യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നാമോ രൂപാന്തരപ്പെടുമല്ലോ, നാമോ രൂപാന്തരപ്പെടുമല്ലോ. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മെസ്സേജ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഈ വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. സഭ ഇരട്ടി അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും വരാൻ പോവുകയാണ്. ഇരട്ടി മഹത്വത്തിലേക്ക് സഭ വരാൻ പോവുകയാണ്. നിങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കുകളും എഴുതി വെച്ചാട്ടെ. ഈ നാളുകളിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോകുന്നു. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. മർക്കോസ് 16:9 മഹാപുരോഹിതന്മാർ അത് അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിന്നോട് ചിലർ അസൂയ കൊണ്ടാണ്, ഇത് ഈ 2025 ദൂത കേട്ടോ, നിന്നോട് ചിലർ അസൂയ കൊണ്ടാണ് നിനക്കെതിരെ ഇത് ചെയ്തതെന്ന് നാട്ടിലറിയുന്ന വർഷമായത്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാൻ ഒരു ആമേൻ പറയാം. നിനക്കെതിരെ ആളുകൾ പണിഞ്ഞത്, നിനക്കെതിരെ ആളുകൾ ഉപദ്രവിച്ചത് നിന്നോടുള്ള അസൂയ കാരണമാണെന്ന് ദൈവം അങ്ങ് പരസ്യകോലമാക്കുന്ന സീസണാണ് 2025. വിശ്വസിക്കുന്നവർക്ക് തുള്ളിച്ചാടി ആമാൻ പറയാം. നിന്റെ അസൂയ, നിന്റെ പുറകിലുള്ള അസൂയക്കാർ, നിന്റെ പുറകിലുള്ള ദുരാരോപണക്കാർ, നിന്നെ ഉപദ്രവിച്ചവർ അസൂയ കൊണ്ട് ഉപദ്രവിച്ചു എന്ന് ആ അസൂയ കൊണ്ട് ഉപദ്രവിച്ചവരെ പരസ്യകോലമാക്കുന്ന ഒരു സീസൺ എഴുന്നേൽക്കുന്നു. ഇത് ജനമറിയും. പറ വാതുറക്ക. മഹോപുരോഹിതന്മാരുടെ അസൂയ കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് അറിഞ്ഞു. ഹല്ലേലൂയ. ജനമറിയും, പീലാത്തോസുമാരറിയും എന്ന് പറഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ നിന്നെ ക്രൂശിച്ചത് ഇന്നത് കാരണം കൊണ്ടെന്ന് പബ്ലിക്കലി ദൈവം കൊണ്ടുവരും. ദൈവത്തിന് അതിനൊരു സീസണുണ്ട്. ആ സീസണാണ് 2025. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? നിന്നെ താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ ദൈവം
ഞാൻ ഈ പ്രവചന ശബ്ദത്തെ വിശ്വസിക്കുന്നയാള്. ഇത് 2025 കയറാൻ 2 ദിവസമേ ഉള്ളൂ. ഈ അടുത്ത ഞായറാഴ്ച 2025 നമ്മൾ കയറുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് 2025 സൺഡേ, ആദ്യ സൺഡേക്ക് മുമ്പ്. കമോൺ, തുള്ളിച്ചാടി അതിനെ ആമേൻ പറ. ഓ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ഒരിക്കൽ കൂടെ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. ഓ, എന്തു തൊട്ടാലും ഏത് തൊട്ടാലും വിജയം വിജയം മാത്രം. ഓ, എന്ത് തൊട്ടാലും ഏതു തൊട്ടാലും വിജയം വിജയം മാത്രം. ഒന്ന് തുള്ളിച്ചാടി. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. എന്തു തൊട്ടാലും ഏതു തൊട്ടാലും വിജയം വിജയം മാത്രം. എന്ത് തൊട്ടാലും ഏതു തൊട്ടാലും വിജയം വിജയം മാത്രം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞുകൊണ്ട് ദുഷിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, അസൂയ കൊണ്ടാണ് നിന്നെ ദുഷിച്ചതെന്ന് ജനമറിയും. ഒന്ന് കൈയടിക്കാത്ത എന്താ? ദിസ് ഈസ് അവർ സീസൺ. ഇത് നമ്മുടെ കാലഘട്ടമാ, പിശാചിന്റെ സീസൺ അല്ല. നിങ്ങൾ വിചാരിക്കുന്നത് അവസാന കാലഘട്ടം പിശാചിന്റെ കാലഘട്ടമാണ്. നിങ്ങൾ അങ്ങനെ തലയിൽ ആരോഗ്യമോ പ്രസംഗിച്ച് കേട്ടി വെച്ചിരിക്കുക. അവസാന കാലം അവന്റെ സീസൺ അല്ല, കൊയ്ത്തിന്റെ സീസണാണ്, നമ്മുടെ സീസണാണ്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കൊയ്യുന്ന സമയമാണ്. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. ഓ, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. എന്തു തൊട്ടാലും ഏത് തൊട്ടാലും വിജയം വിജയം മാത്രം. എന്തു തൊട്ടാലും ഏത് തൊട്ടാലും വിജയം വിജയം മാത്രം. എനിക്ക് വിജയം വിജയം മാത്രം, എനിക്ക് വിജയം വിജയം മാത്രം. വിജയം വിജയം മാത്രം. എനിക്ക് വിജയം വിജയം മാത്രം. എനിക്ക് വിജയം വിജയം മാത്രം. ഒരു നിമിഷം ഇരിക്കാവോ? പിശാച് ജയത്തെ, നിങ്ങളുടെ ജയത്തിന്റെ മനോഭാവത്തെ ഇടിച്ചു കളയാൻ ശ്രമിക്കുന്ന 2 വഴികൾ. ഒന്ന് അസൂയയാണ്. എല്ലാവരും പറഞ്ഞേ, അസൂയയാണ്. പിശാചിനറിയാം, അസൂയാലുക്കൾ എഴുന്നേറ്റാൽ, അസൂയ എന്ന വികാരത്തെ പിശാച് ചിലരുടെ കയ്യിൽ കൊടുത്താൽ അത് നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നറിയാം. നിങ്ങളുടെ ഹൃദയം മുറിവേറ്റാൽ പറയും, മടുത്തു. എന്തിനാ ഞാനിങ്ങനെ, ആരെ കാണിക്കാനാ? നിങ്ങൾ മടുത്തു മടുത്തു. രണ്ടാമത്തെ പ്രത്യേകത അറിയാം, ഒറ്റ ഉദാഹരണമേ പറയത്തുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത നുണയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, നുണ നുണ നുണ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ നുണ. അടുത്തിരിക്കുന്നവരോട് പറ നുണ. ശബ്ദമുയർത്തി പറ നുണ. ശബ്ദമുയർത്തി പറ നുണ. എനിക്കിഷ്ടമുള്ളൊരു സംഭവം പറയാം. ജോസഫ് വാസ്തവത്തിൽ മരിച്ചില്ല. പക്ഷേ അവൻ്റെ അപ്പൻ്റെ അടുക്കൽ വന്ന് തൻ്റെ സഹോദരന്മാർ പറഞ്ഞു, നിന്റെ മോൻ മരിച്ചു. വേദവസം പറയുന്നത് അവൻ വസ്ത്രം കീറിയിൽ അരയിൽ രട്ട് ചുറ്റി ഏറെ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. 34 വാക്യം, 35. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവൻ്റെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കാൻ വന്നു. അവൻ ആശ്വാസം കൈക്കൊണ്ടില്ല. അവൻ്റെ മനസ്സിൽ ആശ്വാസം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. 37 അധ്യായം 34 വാക്യങ്ങളിൽ പഠിച്ചാൽ പിന്നീട് യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവശബ്ദം കേട്ടതായി വായിക്കുന്നില്ല. അവനോട് ദൈവം ഇടപെട്ടതായി വായിക്കുന്നില്ല. ദൈവം അവനെ സ്വപ്നത്തിലൂടെ സംസാരിച്ചതായി വായിക്കുന്നില്ല. പിന്നീട് യാക്കോബിനോട് ദൈവം ഇടപെട്ടെന്ന് പറയുന്നത് 46 അധ്യായത്തിലാണ്. 46 അധ്യായത്തിന്റെ പ്രത്യേകത എന്താ? 45 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ജോസഫ് ജീവനോട് ഇരിക്കുന്നു എന്നും മിസ്രയീം ദേശത്തിനൊക്കെ അവൻ അധിപതിയായിരിക്കുന്നു എന്നും അവൻ അറിഞ്ഞപ്പോൾ ജോസഫ് ഇസ്രായേൽ ഞെട്ടിപ്പോയി. ഞാൻ ചിലരോട് ദൂത് പറയുക, നോണ കേട്ട് ഇടിഞ്ഞു പോയ സ്ഥലത്ത് നീ ഞെട്ടുന്ന സീസൺ വരാൻ പോവാ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നോണ കേട്ട്
നോണ കേട്ട് നിന്നെക്കുറിച്ചുള്ള നോണ നിമിത്തം നീ അപമാനിതനായി താണുപോയെങ്കിൽ എൻ്റെ ദൈവം പറയാനുള്ളത് അവരുടെ നടുവിൽ ഞാനൊന്ന് ഞെട്ടിക്കോടാണ്. ഹല്ലേലൂയ. ആമേൻ. 2025 ചിലരനെ ഞെട്ടിക്കുന്ന സീസണാ, ഞെട്ടിക്കുന്ന സീസണാ. ആമേൻ. സ്തംഭിച്ചു പോയെന്ന് അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ചിലതിനെ സ്തംഭിക്കുന്ന ദൂത വെളിപ്പെടാൻ പോകുന്നു. നുണ കൊണ്ട് ഇടിഞ്ഞു പോയത്, നുണ കൊണ്ട് വേണോ നിങ്ങൾക്ക്? ഏത് ദിവസം പറയുന്ന അടുത്ത വാചകം ശ്രദ്ധിക്കാവോ? സ്തംഭിച്ചു പോയി. ജോസഫ് എന്ന് പറഞ്ഞ വാക്കുകൾ അവനോട് പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, തന്നെ അയച്ചിരിക്കുന്ന, തന്നെ വിളിക്കാൻ വിട്ടിരിക്കുന്ന രഥങ്ങളെ കണ്ടുകയും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ശബ്ദമീർത്തി ഹല്ലേലൂയ പറ. നീ ചില രഥങ്ങളെ കാണാൻ പോകുന്നു. നീ ഇന്നലകളിൽ കേട്ട നുണയും ഇന്നലകളിൽ കേട്ട അപമാനത്തിന് പകരം നിന്നെ കൊണ്ടുപോകാൻ വരുന്ന രഥം നീ അനുഭവിക്കാൻ പോകുന്നു. A new season is going to begin. 2025 ചിലർ രഥങ്ങളിൽ കയറുന്ന വർഷമാണ്. 2025 നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിന്റെ വീട്ടിന് മുമ്പിൽ വരുന്ന വർഷമാണ്. 2025 ചൈതന്യത്തിലേക്ക് മടങ്ങി വന്നു. ജോസഫ് ചൈതന്യത്തിലേക്ക് മടങ്ങി വന്നു. നുണ കൊണ്ടും അപമാനം കൊണ്ടും നഷ്ടമായതിൽ നിന്ന് ജോസഫ് പഴയ പോലെ തിരിച്ചു വരുന്നു. സഭയോട്, എന്നെ കേൾക്കുന്ന സഭയോട്, ജീസസ് വേൾഡിനോട് അല്ല, ലോകമെമ്പാടുമുള്ള സഭയോട് 2025 മുതൽ നടക്കാൻ പോകുന്നത് സഭ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഇപ്പോഴുള്ള ചൈതന്യത്തിന്റെ പ്രത്യേകത, ഇന്നലകളിൽ രഥമില്ലായിരുന്നു, രാജവാഴ്ചയില്ലായിരുന്നു, സിംഹാസനമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള പ്രത്യേകത, സിംഹാസനങ്ങൾ, രാജവാഴ്ചകൾ, അതുപോലൊരു ചൈതന്യം വരാൻ പോകുന്നു. കൂടെ എത്തിയോ? എന്റെ കൂടെ ഉണ്ടോ? നുണ കൊണ്ട് അടഞ്ഞുപോയ സകലതും, നുണ കൊണ്ട് അടഞ്ഞുപോയ സകല വേദനകളും ദൈവം വേരുപറിച്ചു കളഞ്ഞിട്ട് സ്വർഗം ചെയ്യാൻ പോകുന്നു. കേട്ടോ, നിന്നെ ചൈതന്യം കൊണ്ട് നിറയ്ക്കും. സ്വപ്നം നിനക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ, ശത്രുവും നീയും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ചിലത് 2025 നടക്കും. എന്റെ കൂടെ ഉണ്ടോ? 5-6 പേരോടെങ്കിലും അടുക്ക ചെന്നിട്ട് പറയണം, നീയും ശത്രുവും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ചില നന്മകൾ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. ശത്രു ഞെട്ടുന്ന വിധത്തിൽ ചിലത് നടക്കാൻ പോവാ. സോളി, ദൈവം എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അത് ഞെട്ടിക്കുന്ന വിധത്തിലേ ചെയ്യത്തുള്ളൂ. ഇത് നിന്നെ ഞെട്ടിക്കുന്ന സീസണാ. കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടി ഒരു ആമേൻ പറ. ഇത് നിന്നെ ഞെട്ടിക്കുന്ന സീസണാ. ഇത് നിന്നെ ഞെട്ടിക്കുന്ന സീസണാ. പിശാച് പറഞ്ഞ നുണ, നീ ഒരിക്കലും എത്തത്തില്ല, നീ എവിടെയും ഉയരത്തില്ല, നീ എവിടെയും ആകത്തില്ല, നിനക്ക് കൊച്ചുണ്ടാകത്തില്ല, നിന്റെ പാണ്ട് മാറത്തില്ല, നീ രോഗിയായിരിക്കത്തേ ഉള്ളൂ, നീ വേഗത്തിൽ മരിച്ചു പോകും, നീ നന്മകളൊന്നും കാണത്തില്ല. ആ നുണ കേട്ടിട്ട് നിന്റെ ചൈതന്യം പൊളഞ്ഞെങ്കിൽ നോക്ക, ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാണ, രഥങ്ങൾ കാണ, സിംഹാസനങ്ങൾ കാണ, വാഴ്ചകൾ കാണ, സ്ഥലങ്ങൾ കാണ, വസ്തുവകകൾ കാണ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കാണ. നിന്റെ മനസ്സിനെ നുണ ഇടിച്ചു കളയുമ്പോ, അസൂയ ഇടിച്ചു കളയുമ്പോ ചൈതന്യം വരുന്ന ചിലതിനെ തരുവാൻ സ്വർഗം റെഡിയാണ്. ചൈതന്യം വരുത്തുന്ന ചിലതിനെ തരുവാൻ ദൈവം റെഡിയാണ്. ചൈതന്യം വരുത്തുന്ന ചിലതിനെ ചെയ്യുവാൻ ദൈവം റെഡിയാണ്. ഇതാ ഒരു പുതിയ ചൈതന്യത്തിനായി ഒരുങ്ങോ. 2025 പുതിയ ചൈതന്യത്തിന്റെ സീസണാണ്. A new season. എനിക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ടും അറിയാം, 2025 സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചൈതന്യത്തിലേക്ക് കടക്കും. സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗ്ലോറി അനുഭവിക്കും. എന്റെ കൂടെ ഉണ്ട്, ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. ജോസഫ് അവരോട് പറഞ്ഞൊരു വാചകമുണ്ട്,
ഞാൻ സകലത്തിന് അധിപതിയായിരിക്കുന്നു എന്നും എൻ്റെ മഹത്വം, ഞാൻ അനുഭവിക്കുന്ന മഹത്വവും നിങ്ങൾ ചെന്ന് പറയണമെന്ന്. ഞാനത് വായിക്കുന്നില്ല, ശ്രദ്ധിക്കാവോ? നിങ്ങൾ ചിലരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗ്ലോറിയെ കാണാൻ പോകുക. 2025, 2026, 2027 ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് കയറുന്ന, അസാധാരണമായ ഗ്ലോറിയിലേക്ക് കയറുന്ന, ഇത് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്ന കാര്യമാണ്, സീരിയസ് ആയി പറയുന്ന കാര്യമാണ്. സഭയ്ക്കകത്ത് അടുത്ത ലെവൽ വരികയാ. ആ ലെവലിന്റെ പ്രത്യേകത, പെട്ടെന്ന് ഞെട്ടിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ മുമ്പിൽ വരും. ആളുകൾ അന്തം വിടുന്ന വിധത്തിൽ ചിലത് പുറത്തു വരും. ചിലർ ഞെട്ടിപ്പോകും. നുണയ്ക്ക് പകരം നുണ കൊണ്ടുവന്ന മുറിവിന് പകരം ദൈവിക ചൈതന്യം കൊണ്ടുവരുന്ന അനുഗ്രഹം ആളുകളുടെ തലയിൽ കാണാൻ പോകുകയാണ്. എന്റെ കൂടെ എന്തെങ്കിലും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, നുണ വിശ്വസിക്കരുത്, നുണ വിശ്വസിക്കരുത്, അസൂയയിൽ അകപ്പെടരുത്, അസൂയ തരുന്ന വേദനയിൽ മുറുകെ വീണു പോകരുത്. ജോസഫിന്റെ സ്വഭാവം കൈക്കൊള്ളണം. പറ, ജോസഫിന്റെ പ്രത്യേകത അറിയോ? 41-ാം അധ്യായം 51-ാമത്തെ വാക്യം. ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ പറഞ്ഞു, അതിനെ മനശ്ശെ എന്ന് പേരിട്ടു. എന്താ പേരിട്ടത്? അവന് മനശ്ശെ എന്ന് പേരിട്ടു. എന്താ പ്രത്യേകത എന്നറിയോ? സകല വേദനയും മറന്നു. 24 തന്ന വേദന മറക്കണം, 24 തന്ന മുറിവുകൾ മറക്കണം, വീട് തന്ന മുറിവുകൾ മറക്കണം, കൂട്ടുകാർ തന്ന മുറിവുകൾ മറക്കണം, അസൂയ തന്ന മുറിവുകൾ മറക്കണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കേ, ആമേൻ പറ. നുണ കൊണ്ടുവന്ന മുറിവുകൾ മറക്കണം. മറന്നപ്പോൾ സ്വർഗം പറയുക, സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞവനുണ്ടായി എന്ന് പറഞ്ഞാൽ, ചിലതിനെ മറന്നാൽ വർധനവ് വരും. അവിടെ എഫ്രീം എന്ന പേരിട്ടിരിക്കുന്നത്. എഫ്രീമിന്റെ പേരിന്റെ അർത്ഥം വർദ്ധിപ്പിച്ചു എന്നാണ്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഫ്രൂട്ട്ഫുൾ എന്നാണ്. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് എഫ്രീം, ഫോർ ഗോഡ് കോസ് മീ ടു ബി ഫ്രൂട്ട്ഫുൾ and very successful in the land of suffering എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? എവിടെയൊക്കെ നീ ചിലതിനെ മുറിവുകൾ മറന്നു, നീ സക്സസിനകത്തേക്ക് കയറുമെന്ന്. ആ കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. ചിലതിനെ മറക്കണം, ചിലതിനെ മറക്കണം, മുറിവുകൾ മറക്കണം, വേദനകൾ മറക്കണം, സങ്കടങ്ങൾ മറക്കണം. മുറിവുകൾ മറക്കണം, സങ്കടങ്ങൾ മറക്കണം. ആളുകളും വ്യക്തികളും തന്ന സങ്കടങ്ങൾ ഉപേക്ഷിക്കണം, അതിനെ മറക്കണം, അതിന്റെ വേദനകൾ കളയണം. കളയുന്നുവെങ്കിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എഫ്രീം എന്ന വാക്കിന് ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഡബിളി ഫ്രൂട്ട്ഫുൾ അല്ലെങ്കിൽ ഡബിൾ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നീ ഇരട്ടി അനുഗ്രഹത്തിനകത്തേക്ക് കയറും. ചിലതിനെ ചിലർക്ക് മറക്കാൻ കഴിയത്തില്ല. അവരവിടെ പഴയതിൽ ജീവിക്കും, അവർ പഴയതിൽ ജീവിക്കും. ഓ, എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സപ്പൻ സമ്പാദിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കന്ന് പഠിക്കാൻ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ, അന്ന് ഞാൻ പ്രേമിച്ച ചെറുക്കനെ കെട്ടിയായിരുന്നെങ്കിൽ. എടേ, പഴയതിൽ ജീവിക്കാതെ പുതിയതിൽ ജീവിക്കാൻ തുടങ്ങുക. എന്താ കൈയടിക്കാതെ, ആമേൻ പറയാതെ? പൗലോസിന്റെ സ്വഭാവം അറിയോ? ഒന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിമ്പിലുള്ളത് മറന്നു, മുമ്പിലേക്ക് ചെന്നു. പിമ്പിലുള്ളത് മറന്നു, മുമ്പിലെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. പിമ്പിലുള്ളത് മറക്ക, പുറകിൽ കള, കൊടഞ്ഞുകള, ഉപേക്ഷിക്കേ. വേദനകളെ മറക്ക, സങ്കടങ്ങളെ മറക്ക, പിമ്പിലുള്ളത് മറക്ക. സഭാ ചൈതന്യത്തിലേക്ക് മടങ്ങി വരും. നീയും ശത്രുവും ഞെട്ടുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ ഞെട്ടുന്ന വിധത്തിൽ നമ്മളെ ദുഷിച്ചു പറഞ്ഞ അല്ലെങ്കിൽ പരിഹസിച്ച ശത്രു ഞെട്ടുന്ന വിധത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി ചലിക്കുകയാണ്. വലിയൊരു മഹത്വത്തിലേക്ക്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹത്വത്തിലേക്ക് കർത്താവ് ദൈവസഭയെ കൊണ്ടുപോകുന്നോർത്ത്, ദൈവമക്കളെ കൊണ്ടുപോകുന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
ബ്രദറെ, നമ്മുടെ മുമ്പിൽ ഈ കുടുംബമായിരിക്കുന്നത് ദൈവം ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ്. ഈ ബ്രദറിൻ്റെ പേര് സതീഷ്. ബ്രദർ വരുന്നത് കരവാളൂരിൽ നിന്നാണ്. ഈ ബ്രദർ പറയുന്നത് വയറിൻ്റെ സൈഡിലായിട്ട് 1 മാസം മുമ്പേ വളരെ വേദനയാൽ ഭാരപ്പെട്ടു. ഇവർ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. അവിടെ CT സ്കാൻ ചെയ്തതിനെ തുടർന്ന് ബ്ലാഡറിനകത്തൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഇവരെ റെഫർ ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്നപ്പോൾ വീണ്ടും 4 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സ്കാൻ ചെയ്തു. അതിനെ തുടർന്ന് അവർക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരിവിടെ ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഓപ്പറേഷൻ തയ്യാറായിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. ഇവർ ഹോസ്പിറ്റലിൽ പോയി. ഓപ്പറേഷൻ ടേബിളിൽ കയറി. എന്നാൽ അതിനകത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർമാർ വളരെ വിഷമത്തോടെയാണ് ഈ കുടുംബത്തെ നോക്കിയത്. ഡോക്ടർ പറഞ്ഞത് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. ഈ പ്രായത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ളവർക്കാണ് ഇത് കാണുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അത്ഭുതകരമായിട്ട് ബ്രദർ പ്രാർത്ഥനയെ തുടർന്ന് ഈ കുടുംബത്തിനകത്ത് ആ ഓപ്പറേഷൻ സമയത്ത് ആ മുഴ കണ്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സതീഷിൻ്റെ സാക്ഷി എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച കാര്യമാണ്. എൻ്റെ കാരണം യൂറിൻ ബ്ലാഡറിനകത്ത് മുഴ കണ്ടതിനെ തുടർന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി 2 പ്രാവശ്യം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് അവൻ സൗഖ്യമായി, ധൈര്യപ്പെട്ടിരിക്കാൻ പറഞ്ഞു. പക്ഷേ സങ്കടമെന്ന് പറഞ്ഞ് ഇയാൾ പിന്നീടും പോയി പരിശോധിച്ചപ്പോൾ ഓപ്പറേഷൻ്റെ തലേന്ന് സ്കാൻ ചെയ്തപ്പോഴും വയറ്റിൽ മുഴയുണ്ട്. അങ്ങനെയല്ലേ? അപ്പം ഇയാൾ എനിക്കൊരു മെസ്സേജ് അയച്ച മെസ്സേജ് എങ്ങനെയാണ്, ബ്രദറെ പ്രാർത്ഥിച്ചോ, പക്ഷെ നാളെ ഓപ്പറേഷൻ നടക്കുക, ബ്രദർ എൻ്റെ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ചു മറുപടി അയച്ചത്, ഞാൻ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, കാരണം ഓപ്പറേഷൻ നമുക്കുള്ളതല്ല, ഓപ്പറേഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ കിടപ്പില്ലേ മെസ്സേജ്? കറക്റ്റാണ്. തലേന്ന് തന്നെ വിളിക്കുമോ, ഓപ്പറേഷൻ നാളെ രാവിലെയാ ബ്രദർ പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ 2 പ്രാവശ്യം പ്രാർത്ഥിച്ച പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പക്ഷേ സന്തോഷമെന്ന് പറയാൻ ഒക്കത്തില്ല. പിറ്റേ ദിവസം ഡോക്ടർമാർ ഇദ്ദേഹത്തെ ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി വയറു തുറന്നു നോക്കിയപ്പോൾ മുഴ അവിടെ ഇല്ല. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്, യുനോ. എന്ന് പറഞ്ഞ് തലേന്ന് സ്കാൻ ചെയ്യുമ്പോൾ വരെ ബ്ലാഡറിനകത്ത് മുഴയുണ്ട്. അതുകൊണ്ട് ഒരു പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്തേ. പക്ഷെ ഓപ്പറേഷൻ ടേബിളിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ മുഴ കാണാനില്ല. അങ്ങനെയല്ലേ? അങ്ങനെ ഒന്ന് പറയാമോ? ബ്രദർ പറഞ്ഞ പോലെ തന്നെയാണ്. ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ മുഴയുണ്ട്, പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വയറ് തുറന്നു കീറി. എന്നെ പകുതി മയക്കി പോവാ. അപ്പോൾ എനിക്ക് മേപ്പോട്ട് ബോധമുണ്ട്. ഈ ക്യാമറയെ കയറ്റി ഡോക്ടർമാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവം അവിടെ ഇല്ല. എന്നെ സങ്കടമായി പോയി എന്ന് ചോദിച്ചാൽ, ഓപ്പറേഷൻ ഇദ്ദേഹത്തിന് വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്തു, അപ്പോഴാണ് മനസ്സിലാവുന്ന നോക്കുന്ന മുഴ അവിടെ ഇല്ല. നിങ്ങൾ എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാവോ? ഇത് എൻ്റെ ദൈവത്താൽ ഉണ്ടായ അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അങ്ങനെ പറയാൻ എത്ര പേരുണ്ട്? ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് തോന്നുന്നു വയറിനകത്ത് ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്ത പാടുണ്ട്, പക്ഷേ മുഴയില്ല. താങ്ക് യു വെരി മച്ച്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ചെയ്ത സൗഖ്യത്തിന് നന്ദി പറയാം. ബ്ലസ് യു. കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത് നമ്മളോട് സംസാരിക്കുന്ന ചിലതുണ്ട്, ജീവിക്കുന്ന കർത്താവിനെ കാണിക്കുന്നതാണ്. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവർക്ക് ഈ അത്ഭുതങ്ങളെ വിളിച്ചു പറയാൻ കഴിയത്തില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർക്ക് കർത്താവിൻ്റെ അത്ഭുതങ്ങളെ വിളിച്ചു പറയാനായി കഴിയും. കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാനും ദൈവസാന്നിധ്യത്തോടൊപ്പം ആയിരിക്കുവാനും അവിടുന്ന് സഹായിക്കണമപ്പാ. ഈ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവെ ഹൃദയത്തിൽ കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ അപ്പാ. ഉള്ളിലായിരിക്കുന്ന എല്ലാ ടെൻഷനും മാറിപ്പോകട്ടെ അപ്പാ. ഭാരപ്പെടുന്ന സകല മേഖലയിൽ നിന്നും കർത്താവെ അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഒരു തയ്യൽ മെഷീനിലിരുന്ന് ഒരു റോസ് ഡ്രസ്സ് അതിൻ്റെ
തൊങ്ങൽ പിടിപ്പിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ അതിൻ്റെ അരികടിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചിലത് സംസാരിക്കുകയാണ്. നടുവിനായിരിക്കുന്ന ചില പ്രയാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അതേപോലെ തന്നെ കാലുകളിലുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവിനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വീടിന്മേൽ കർത്താവ് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ, ഏൽപ്പിക്കുന്നു കർത്താവേ, ഏൽപ്പിക്കുന്നു കർത്താവേ. അതേപോലെ എനിക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ഷീറ്റുകൾ ബിസിനസ് ചെയ്യുന്ന, അതായത് വീടിൻ്റെ മേൽക്കൂരയിലിടുന്ന പലതരത്തിലുള്ള ഷീറ്റുകൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ലൈഫിലായിരിക്കുന്ന തകർച്ചയിൽ നിന്നും കർത്താവ് അദ്ദേഹത്തെ വിടുവിക്കുകയാണ്. ബിസിനസ്സോട് ബന്ധിക്കപ്പെട്ട് മാത്രമല്ല, തൻ്റെ ജീവിതത്തോട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് വിടുതലിനെ കൊടുക്കുന്നത് കാണാം. അപ്പോൾ ആ ഭവനത്തിൽ സമാധാനം വസിക്കട്ടെ അപ്പാ, ആ ഭവനത്തിൽ സമാധാനം വസിക്കട്ടെ അപ്പാ. യേശുവോട് നിന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.